വാർത്തകൾ വിശദമായി നോക്കാം. ജപ്പാനിൽ ശക്തമായ ഭൂകമ്പം 7.6 തീവ്രതയുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയത്. ഇഷികാവയിലെ നോട്ടോ മേഖലയിലാണ് ഭൂകമ്പമുണ്ടായത്. തുടർച്ചയായി 21 തവണ ഭൂചലനമുണ്ടായി. ഇഷികാവയിലെ വാജിമ സിറ്റിയിൽ 1.2 മീറ്റർ സുനാമി ഉണ്ടായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അജി കുഞ്ഞുമോൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. അജി, ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് പ്രശ്നമുള്ളത്? എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്നത്? രേഷ്മ, ഈവനിംഗ് എഡിഷൻ തുടങ്ങിയ സമയത്ത് രേഷ്മയ്ക്ക് ഞാൻ നൽകിയ വിവരത്തിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ജപ്പാനിൽ നിന്നും ലഭ്യമായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ രേഷ്മയോട് പങ്കുവെക്കാനുള്ളത്. 21 ഭൂചലനങ്ങളാണ് 3 മണിക്കൂറിടയിൽ 21 ഭൂകമ്പങ്ങൾ 3 മണിക്കൂറുകളിൽ ഇടപെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ജപ്പാനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. 1.2 മീറ്റർ ഉയരത്തിൽ ഇഷികാവ മേഖലയിൽ, തീരദേശ മേഖലയിൽ ഉയർന്ന തിരമാല അടിച്ചിരിക്കുന്നു. 1.2 മീറ്റർ. ഈ 1.2 മീറ്റർ ഉയർന്ന തിരമാല 3 ദിവസത്തിനുള്ളിൽ 5 മീറ്റർ ഉയരത്തിൽ വരെ അടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്കും തീരം വിട്ടു പോകണമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 36,000 വീടുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. ഇന്റർനെറ്റ് സംവിധാനങ്ങളടക്കം വരും മണിക്കൂറിൽ നിശ്ചലമാവാനുള്ള സാധ്യതകളൊക്കെ തന്നെയും ഉണ്ട്. വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെ ജപ്പാനിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. കാരണം ജപ്പാൻ സമയം വൈകുന്നേരം 4:32 ഇന്ത്യൻ സമയം 1:30 തന്നെയായിരുന്നു ഈ ഭൂകമ്പം ഉണ്ടായത്. ഈ ഭൂകമ്പത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് 7.5 മീറ്റർ 7.5 ആണ് തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഇഷികാവയിലെ നോട്ടോ മേഖലകളിലാണ് ഈ ഇത്രയും ഉയരത്തിലുള്ള തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂകമ്പം ഉണ്ടായത് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ജപ്പാൻ തീരത്തിൻ്റെ, അതായത് ഈ പ്രഭവ കേന്ദ്രമായ ഇഷികാവയിലെ ഈ നോട്ടോ മേഖലയിൽ നിന്നും 300 കിലോമീറ്റർ വരെ ദൂരത്തിൽ സുനാമി തിരമാലകൾ അടിക്കുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഈ തീരം വിട്ടു പോകണമെന്ന് തീരത്ത് താമസിക്കുന്ന തീരദേശ മേഖലകളിൽ, പ്രവിശ്യകളിൽ താമസിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അവിടെ ജപ്പാനിലുള്ള ഇന്ത്യക്കാർക്കും ഇന്ത്യൻ എംബസി അടിയന്തര നമ്പർ നൽകിയിട്ടുണ്ട്. എമർജൻസി നമ്പറിലേക്ക് ഇന്ത്യൻ എംബസിയിലും ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും ഉയരത്തിൽ ഒരു തീവ്രത രേഖപ്പെടുത്തുമ്പോഴും 7.6 ആണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത. അപ്പോൾ ആളുകൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. കാരണം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഭൂകമ്പം ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഭൂകമ്പത്തെ അതിജീവിക്കാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും എല്ലാ മുന്നൊരുക്കങ്ങളും അവർ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മുൻപ് നമ്മളോട് സംസാരിച്ച അവിടുത്തെ മലയാളി അടക്കം പറയുന്നതനുസരിച്ച് ഇവർക്ക് ഭൂകമ്പത്തിന് മുൻപ് തന്നെ ഫോണുകളിലേക്ക് എമർജൻസി സന്ദേശം ചെല്ലുന്നു, അപകട മുന്നറിയിപ്പ് ചെല്ലുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള അപകട മുന്നറിയിപ്പുകളൊക്കെ ചെല്ലുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളപായം അല്ലെങ്കിൽ ആളുകൾക്ക് പരുക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഒഴിവാക്കാൻ ഒരു പരിധിവരെ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നുണ്ട്. മാത്രമല്ല